ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധിക്കുവാണെങ്കിൽ നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ അത് എടുത്തു വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു ചെറിയ നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഐപാഡ് എന്തെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വചനങ്ങൾ മൊബൈലിലോ ഒക്കെ വചനങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണത് നല്ലതായിരിക്കും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ ചില ആൾക്കാർ 2 വഞ്ചിൽ ഒരുമിച്ച് കാല് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണി നടക്കണം, വെബ് ലൈവും കാണണം, അത് നടക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെയും മാമോനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളും ഇതും കൂടെ ഒരുമിച്ച് ചെയ്യാന്നുള്ളത് മാറ്റി ഇനി ശരിക്കും വചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഫുൾ ഇരുന്നിട്ട് വചനം കേട്ടിട്ട് അങ്ങോട്ട് പഠിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യേക വചന ശുശ്രൂഷ സമയത്ത് നമ്മൾ അഭിഷേകം ചെയ്യും. ഇനിയും ആരെയെങ്കിലും ഈ ക്ലാസ്സിന്റെ സമയത്ത് വിളിച്ച് ഈ വചനം കേൾക്കണം അവരെ ഒരു വിളിക്കാൻ പ്രേരണ, ഒറ്റ വിളി മതി, ചിലപ്പോൾ ഈശോ കൊണ്ട് അനുഗ്രഹിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അവരെ കൊണ്ട് വിളിച്ചോളുക. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മണൽ തിട്ടയിൽ വീട് പണിയരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മണൽ തിട്ടയിൽ വീട് പണിയരുത്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വചനം പഠിക്കാം. വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 17 മുതൽ 18 വരെയുള്ള തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 17 to 18. വെളിപാട് 12, 17 മുതൽ 18 വരെയുള്ള തിരുലിഖിതങ്ങൾ. നമുക്ക് അതൊന്ന് വായിച്ച് കേൾക്കാം. അപ്പോൾ ചിലപ്പോൾ സ്ക്രീനെ നോക്കി നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ ബൈബിളെ നോക്കി വായിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറയുന്നത് കേട്ട് വചനം പഠിക്കാം. ചിലപ്പോൾ വായിക്കാൻ കണ്ണറിയാൻ പാടില്ലാത്തവരുണ്ടാവും, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അതായത് എങ്ങനെയെങ്കിലും നമ്മൾ വചനം പഠിക്കും. കണ്ണറിയാവുന്ന ബൈബിളിൽ നോക്കി വായിക്കാം, അല്ലെങ്കിൽ സ്ക്രീനെ നോക്കി വായിക്കാം. ഇനി കണ്ണറിയാൻ വായിക്കാൻ പാടില്ലാത്തവർ ഇവിടെ നിന്ന് വായിക്കുന്നത് കേട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ച് കേൾക്കാം. വെളിപാട് 12, 17, 18 വായിക്കാം. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. എവിടെ നിലയുറപ്പിച്ചു? സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ അത് നിലയുറപ്പിച്ചു. ആര്? നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ഈ സർപ്പമെന്ന് പറയുന്നത് പിശാചാണ് എന്ന് നമുക്കറിയാം. ഈ സ്ത്രീ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണെന്നും നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ സാത്താൻ പരിശുദ്ധ അമ്മയുടെ നേരെ കോപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താണ് കോപത്തിന്റെ വിഷയം? കോപത്തിന്റെ വിഷയം അടുത്ത വാക്ക് പറയാണ്, ദൈവകൽപ്പനകൾ കാക്കുന്ന ആൾക്കാരുണ്ട്, യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് പരിശുദ്ധ മറിയത്തിന്റെ മക്കള്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം വഴി അനേകം ദൈവമക്കൾ കൃപയിലേക്ക് വരുന്നത് കണ്ട് സാത്താൻ ഒരു ഒടുങ്ങാത്ത പക പരിശുദ്ധ അമ്മയോട്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ് അതൊരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ആർക്കെതിരെയാണ് ഈ അലറി വിളിക്കുന്നത്? പിശാച് യുദ്ധത്തിന് പുറപ്പെടേണ്ടത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവകൽപ്പനകൾ കാക്കുന്നവർ. ആരാ ദൈവകൽപ്പനകൾ കാക്കുന്നവര്? നമ്മളാണ് ദൈവകൽപ്പനകൾ കാക്കുന്നവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അരുളി ചെയ്തിരിക്കുന്ന ബൈബിളിലെ തിരുവചനങ്ങളും ദൈവകൽപ്പനകളും തിരുസഭയുടെ പ്രബോധനങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഇപ്പോൾ ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും. അതുകൊണ്ടാണ് അവർക്ക് ശുശ്രൂഷ സംബന്ധിക്കാൻ സാധിക്കുന്നവര്.
അതുകൊണ്ട് എഴുതപ്പെട്ട വചനം ലംഘിക്കാതെ ജീവിക്കാൻ പരിശീലിക്കുന്നവരും പരിശ്രമിക്കുന്നവരുമാണ് ദൈവകൽപ്പനകൾ കാക്കുന്നവർ. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അബോർഷൻ ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവകൽപ്പനയെ കാക്കുന്നവരാണ് അബോർഷൻ ചെയ്യാതെ ജീവിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കുറച്ചു മുമ്പ് സാക്ഷ്യം നമ്മൾ കേട്ടു, ആ സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം കേട്ടു നോക്കിയേ. ആ കുട്ടിയോട് ഈ കണ്ട ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞ് ആ കൊച്ചിന് കൊലകളാം, അതിന് മാംസം ഉണ്ടാവും, അതിന് വളർച്ചയില്ല, പോട്ടെ, എത്ര പ്രാവശ്യം പറഞ്ഞു. എന്നാൽ ആ കുട്ടി ദൈവകൽപ്പനകൾ കാക്കുന്ന കുട്ടിയായതുകൊണ്ട് പറഞ്ഞ് എന്തൊക്കെ സംഭവിച്ചാൽ ശരി, എനിക്ക് കർത്താവിനെ കൊച്ചിനെ കൊടുക്കുകയില്ല. അതാണ് ദൈവകൽപ്പനകൾ കാക്കുന്നവർ, ദൈവകൽപ്പനകൾ കാക്കുന്നവർ, വചനം പാലിക്കുന്നവർ. അടുത്തത് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർ. ആരാണ് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവര്? അത് നമ്മൾ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മാതാപിതാക്കളാണെങ്കിൽ മക്കൾക്ക് മുമ്പിൽ സാക്ഷ്യം വഹിച്ച് അവർ യേശുവിന് സാക്ഷികളായിട്ട് തീരുകയാണ്. ഒരു വൈദികനാണെങ്കിൽ ദൈവജനത്തിന് മുമ്പിൽ, ഒരു സിസ്റ്ററാണെങ്കിൽ ദൈവജനത്തിന് മുമ്പിൽ ഒരു സാക്ഷ്യ ജീവിതം നയിച്ച് അനേകർക്ക് വചനം പറഞ്ഞു കൊടുത്ത് യേശുവിന് സാക്ഷ്യമാകുകയാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന എത്രയോ ശുശ്രൂഷകരുണ്ട്, അവരെല്ലാം യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർ നമ്മൾ തന്നെയാണ്. വീണ്ടും അതിനെ പഠിപ്പിക്കുകയാണ്, അവളുടെ സന്തതി. ഈ അവൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയാണെന്ന് നമുക്കറിയാം. അവളുടെ സന്തതി ആരാ? അത് നമ്മൾ തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ മക്കളാണ് നമ്മൾ. നമ്മുടെ അമ്മ പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് വചനം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരും അതുപോലെ തന്നെ പരിശുദ്ധ മറിയത്തിന്റെ മക്കളുമായ നമ്മളോട് യുദ്ധം ചെയ്യാൻ സാത്താൻ പുറപ്പെട്ടു. എന്നിട്ട് സാത്താൻ പുറപ്പെട്ടിട്ട് സാത്താൻ യുദ്ധത്തിന് തയ്യാറെടുത്ത് ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നിൽക്കുകയാണ്. എവിടെ നിലയുറപ്പിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്? അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ച്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ സാത്താൻ ഇങ്ങനെ ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടി നിലയുറപ്പിച്ചു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ച് നോക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവരമുള്ള ആരെങ്കിലും മണൽത്തിട്ടയിൽ നിലയുറപ്പിക്കുമോ? മണൽത്തിട്ടയിൽ നിലയുറയ്ക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഒരു വടംവലി മത്സരം കാണുക, ഒരു വടംവലി മത്സരം കാണുക വിചാരിക്കാം. ഒരു വടംവലി മത്സരം കാണുകയാണെങ്കിൽ രണ്ട് ടീമുകൾ ഇങ്ങനെ വടം പിടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ വടം വലിക്കാൻ വേണ്ടി നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം, കാല് പറയാതെ നിൽക്കാൻ പറ്റിയ സ്ഥലത്ത് ചോടുറപ്പിക്കും. ആന ചോടുറപ്പിച്ച് നിൽക്കും എന്ന് പറഞ്ഞതുപോലെ വടം വലിക്കുന്ന സമയത്ത് ഒരാളുടെ ചോട് തെറ്റിയ പോയി, വടത്തെ തൂങ്ങി കിടക്കാൻ നല്ലത് വേറെ കാര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് വടംവലി മത്സരമാണെങ്കിൽ കാല് ചുവട്ട് പറിക്കാതെ വലിച്ച് അവ ഭൂമിക്കടിയിൽ നില എന്ന് പറഞ്ഞാൽ ഭൂമി നല്ല നല്ല പ്രതലമുള്ള സ്ഥലത്താണ് നിലയുറപ്പിക്കുന്നത്. എന്നാൽ സാത്താൻ പോയി നിലയുറപ്പിച്ച സ്ഥലം മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ച്. അപ്പം നിങ്ങൾ ചിന്തിക്കാം, സാത്താന് ബുദ്ധിയില്ല. അല്ല സഹോദരങ്ങളെ, അതിബുദ്ധിമാനായതുകൊണ്ടാണ് സാത്താൻ അവിടെ പോയി നിലയുറപ്പിക്കാൻ കാരണം. അതിബുദ്ധി ഉപയോഗിച്ചിട്ടാണ് സാത്താൻ മണൽത്തിട്ടയിൽ പോയി നിലയുറപ്പിക്കാൻ കാരണം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാരണം എന്നറിയാം സഹോദരങ്ങളെ? അതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം ഇതാണ്, യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്നവരും ദൈവകൽപ്പനകൾ കാക്കുന്നവരും പരിശുദ്ധ മറിയത്തിന്റെ സന്തതിയുമായ നീയും ഞാനും ഒരു പക്ഷേ മണൽത്തിട്ടയിൽ ചെന്ന് കയറാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് സാത്താൻ അവിടെ നിലയുറപ്പിക്കാൻ കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ ചിന്തിക്കുക, ഒരു നോർമൽ ബുദ്ധി അനുസരിച്ചാണെങ്കിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നല്ല. ഇപ്പോ പിന്നെ ഒരു രാജ്യം അടുത്ത രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ എന്താ പറയണത്, ഒരു നശീകരണ പ്രവണതയുള്ള ഒരു കൂട്ടര് എന്തെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണത്തിന് ഒരുങ്ങുന്ന കേൾക്കുമ്പോൾ സൈന്യം അത് നേരിടാൻ വേണ്ടി പുറപ്പെടുമ്പോൾ സൈന്യം ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ തോക്കും പിടിച്ച് കുത്തിവയ്ക്കുകയല്ലേ ചെയ്യണത്. പിന്നെ നേടത് സൈന്യമാണെങ്കിലും പോലീസ് ആണെങ്കിലും ആർമി ആണെങ്കിലും പട്ടാളമാണെങ്കിലും ഏത് സ്ക്വാഡ് ആണെങ്കിലും അത് പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വനത്തിലുള്ള ശത്രുവിനെ കണ്ടുപിടിക്കാൻ പട്ടാളം ആ വനം മുഴുവൻ എരച്ചത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ യുദ്ധം ചെയ്യുന്ന സാത്താൻ മൂവ് ചെയ്യാതെ ഒരു സ്ഥലത്ത് തന്നെ നിലയുറപ്പിക്കുക. എന്താ കാരണം?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിംഹത്തിനറിയാം സിംഹം ഒരു പ്രത്യേക സ്ഥലത്ത് പോയി നിലയുറപ്പിച്ച് കഴിയുമ്പോൾ ആ വഴിയിലൂടെ മാൻകുട്ടികള്, കേഴകള്, അതിനാവശ്യമുള്ള ആഹാരം, മുയൽക്കുട്ടികളൊക്കെ ആ വഴിയിലൂടെ നടന്നു വരാൻ സാധ്യതയുണ്ടെന്ന് സിംഹത്തിനറിയാം. അതുകൊണ്ട് സിംഹം പോയി ഈ നീർച്ചാലിനരുകെ, ഈ മൃഗങ്ങളുടെ നടച്ചാലിനരുകെ നിലയുറപ്പിക്കും എന്ന് പറയുന്നത് പോലെ സാത്താൻ മണൽത്തിട്ടയിൽ പോയി നിലയുറപ്പിക്കുന്നത് സാത്താൻ പണിയെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഈസി ആയിട്ട് ആത്മാക്കൾ ആ വഴി കടന്നു വരുന്നത് സാത്താൻ അറിയാവുന്നത് കൊണ്ടാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ വീട്ടില് പണ്ടെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിലൊക്കെ ഒരു കോഴീനെ കൊല്ലപ്പോഴാ വിരുന്നുകാർ വരുമ്പോഴാണ് നമുക്കൊരു കോഴിയെ കൊല്ലാൻ അവസരമുള്ളത്. ഇന്നിപ്പോൾ ആര് വന്നാലും ശരി, അന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോഴി അങ്ങനത്തെ കടകളൊന്നുമില്ല, ചിക്കൻ സ്റ്റാളുകൾ സംഗതികളൊന്നുമില്ല. ഇന്നിപ്പോൾ ഒരു മിനിറ്റ് മൊബൈലിനോട് സംഗതി ചിക്കനൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് വീട്ടിലേക്ക് കിട്ടും. പണ്ട് അങ്ങനെയല്ല. പണ്ട് ആരെങ്കിലും വീട്ടിൽ കുറച്ച് കോഴികളെ വരുത്തും, എന്നിട്ട് വീട്ടിൽ വിരുന്നുകാർ ആരെങ്കിലും വരുമ്പോഴാണ് ഒരു കോഴിയെ കൊല്ലണത്. അപ്പം മിക്കവാറും കോഴിയെല്ലാം രാവിലെ വീട് തുറന്ന് വിട്ടിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ ഒരു ഉച്ചയാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴാണ് വിരുന്നുകാർ ആരെങ്കിലും, അമ്മാവന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും ചേച്ചിയുടെ ആരെങ്കിലും വന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യാം, പിന്നെ കോഴിനെ പിടിക്കണം. ഈ കോഴിനെ പിടിക്കുക എന്നുള്ള ആരുടെ ദൗത്യമാണ്? വീട്ടിലുള്ള മക്കളുടെ ദൗത്യമാണ് ഈ കോഴിയെ പിടിക്കുക. അപ്പം എന്താണ് ചെയ്യണത്? കോഴിയെ പിടിക്കാൻ വേണ്ടി അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ കോഴീനെ അങ്ങോട്ട് ഓടിക്കും. കോഴീനെ ഓടിച്ച് ഒരു അണച്ചണച്ച് കോഴി ശ്വാസം കിട്ടാതെ വായും പൊളന്ന് ഇത് മടുക്കും. ഒരു 1/2 മണിക്കൂർ ഓടിച്ചാൽ കോഴി മടുക്കും. അപ്പം എൻ്റെ അമ്മ ചെയ്യുന്ന കാര്യം എന്നറിയോ? അമ്മ അങ്ങനെ പുറകെ ഓടുന്നില്ല. അമ്മ ആ വിറക് പെരയുടെ തൊട്ടടുത്ത് ആ കോഴിക്കോടിൻ്റെ സൈഡിലായിട്ട് ഈ വിറക് ഇറക്കി അടുക്കിയതിൻ്റെ അടിയിലൊരു ഗ്യാപ്പുണ്ട്. അതിന് ആ ഭാഗത്തുകൊണ്ട് അമ്മച്ചി വളരെ കൂളായിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ അവസാനം കോഴി ഓടി മടുത്ത് ശ്വാസം അണച്ച് കൃത്യം ആ വിറക് ഇരിക്കുന്നതിൻ്റെ അടിയിലേക്ക് വന്ന് ആ കോഴി അങ്ങോട്ട് പതുങ്ങുമ്പോൾ അമ്മ വളരെ കൂളായിട്ട് ഇതിനെ പോയി എടുത്തിട്ട് പോയി കശാപ്പി. ഒരുമിച്ച് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, സാത്താൻ മണൽത്തിട്ടയെ നിലയുറപ്പിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഓടിച്ച് ഈ മണൽത്തിട്ടയിൽ നിന്നെ കയറ്റാൻ സാത്താൻ ഒരുപാട് കുതന്ത്രങ്ങൾ ഒരുക്കുമെന്ന് നീ മറക്കരുത്. ഒരുമിച്ച് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചാൽ ഒരുപാട് അപകടങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിലെ 24 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചു കേട്ടാലാണ് അത് മനസ്സിലാവുള്ളൂ. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള തിരുലിഖിതങ്ങൾ. മത്തായിയുടെ സുവിശേഷം ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 24 to 27. നമുക്ക് ഈ വചനത്തിന്റെ ആഴം എന്താണ്, ഈ മണൽത്തിട്ട എന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വചനം വായിച്ച് കേൾക്കാം. സ്ക്രീനെ നോക്കി വായിക്കാം, ബൈബിളിൽ നോക്കി വായിക്കാം, അല്ലെങ്കിൽ കേൾക്കുന്നത് കേട്ട് പഠിക്കുക. നമുക്ക് വായിക്കാം. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യമായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ ക്ലിയർ ആയിട്ടാണ് യേശുക്രിസ്തു സാത്താന്റെ ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ സാത്താന്റെ ഗൂഢതന്ത്രം മുൻകൂട്ടി പറഞ്ഞ് മുൻകൂട്ടി കണ്ട് യേശുക്രിസ്തു ഇവിടെ ഒരു വചനം പറഞ്ഞിട്ടിട്ടാണ് സ്വർഗത്തിലേക്ക് പോയത്. അല്ലയോ ദൈവ പൈതലേ, നിനക്ക് 2 സ്ഥലത്ത് ഭവനം പണിയാൻ അവകാശമുണ്ട്. ഒന്നെങ്കിൽ പാറപ്പുറത്ത്, അല്ലെങ്കിൽ മണൽപ്പുറത്ത്. നീ പാറപ്പുറത്താണ് ഭവനത്തെ പണിതിരിക്കുന്നെങ്കിൽ നീ അതിനകത്ത് നിലനിൽക്കുമെന്നും, നീ മണൽപ്പുറത്താണ് ഭവനം പണിതിരിക്കുന്നെങ്കിൽ സാത്താൻ നിന്നെ കീഴ്പ്പെടുത്തുമെന്നാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന സംഗതി. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരൊക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ സംഭവിക്കുന്ന സഹോദരങ്ങളെ? കർത്താവ് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ, അവനെ വിളിക്കുന്ന പേരാണ് പാറപ്പുറത്ത് വീട് പണിതവൻ. അവൻ അടിപതരാത്തടത്ത് നിൽക്കുന്നവനാണ്.
എന്തെന്നാൽ അവന് കേൾക്കുന്ന വചനങ്ങളെല്ലാം പരിശീലിക്കുകയും പാലിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവനാണ്. എന്ത് സംഭവിച്ചോ? വലിയ കാറ്റൂതി, വെള്ളപ്പൊക്കം ഉണ്ടായി, മഴ പെയ്ത് ഒരുപാട് സംഗതികളുണ്ടായി. അത് ഈ ഭവനത്തിന്മേൽ വന്ന് ആഞ്ഞടിച്ച്, എന്നാൽ ആ ഭവനം വീണ്ടും പാറപ്പുറത്തായതുകൊണ്ട് വചനമാകുന്ന പാറപ്പുറത്ത് പണിത ഭവനം കരുത്തുറ്റതായി കയറി നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ തൊട്ടപ്പുറത്ത് സംഭവിച്ച കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ വചനം കേട്ടിട്ട് അതനുസരിക്കാതിരിക്കുന്നവൻ, വചനം കേട്ടിട്ട് അത് പാലിക്കാതിരിക്കുന്നവൻ, വചനം കേട്ടിട്ട് അത് ജീവിക്കാതിരിക്കുന്നവൻ, അവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യം. കാറ്റൂതി, വെള്ളപ്പൊക്കം ഉണ്ടായി, മഴ പെയ്ത് ആ ഭവൻ ഇട്ടിപ്പിടിയെന്ന് തകർന്നു വീണെന്ന് വചനം വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട എന്താ? അപ്പൊ സാത്താൻ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു അതിബുദ്ധിയാ. എന്താ ഈ സാത്താൻ മണൽത്തിട്ടയും നിലയുറപ്പിച്ചു പറഞ്ഞതിന്റെ അർത്ഥം? വചനം ലംഘിച്ചു ജീവിക്കുന്നവരെ കാത്ത് സാത്താൻ ഒരു കൊയ്ത്തിന് വേണ്ടി മണൽത്തിട്ടയിൽ കാവൽ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട ദൈവവേദലേ, വീട് നിന്റെ സ്വപ്നമല്ലേ? ഇപ്പോൾ ഈ വചന ശുശ്രൂഷയെ സംബന്ധിച്ചെടുക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് നല്ല വീടുണ്ട്. ഒരുപാട് പേര് എനിക്കും ഒരു വീട് വേണമെന്ന് പറഞ്ഞ് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വീട് നിന്റെ ഒരു സ്വപ്നമല്ലേ? നീ വീട് പണിയാൻ വേണ്ടി, വീടുള്ളവര് വീട് പണിയാൻ വേണ്ടി തറ മാന്തിയപ്പോ കണ്ട ചതുപ്പ് നിലത്തിലും മണൽപ്പത്തിയിലുമാണ് വീട് പണിതത്. ഇനി വീട് പണിയാണ്ടിരിക്കുന്നവര് നല്ല 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 ഉറപ്പുള്ള സ്ഥലത്തിൽ വീട് പണിയുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ട ദൈവവൈദ്യല്ലേ, നീ നിന്റെ ആത്മാവിനെ പണിതപ്പോ നീ പാറപ്പുറത്താണോ മണൽപ്പുറത്താണോ നിന്റെ ആത്മാവിനെ പണിതുയർത്തിയത്? നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, ഇവരെ നീ വചനത്തിൽ അടിയുറച്ചാണ് വളർത്തിയത്, അത് വചനത്തിലല്ലാതെ ലാഘവത്തോടെയാണ് വളർത്തിയത്? ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ അടുത്ത് ഒരുപാട് വ്യക്തികള് സങ്കടങ്ങളും വിഷമങ്ങളും വേദനകളും ദുരിതങ്ങളും വന്നപ്പോ നീ ബൈബിളിൽ എഴുതപ്പെട്ട 100 കണക്കിന് വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ചില്ലേ? എന്നിട്ട് നിനക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിനക്ക് എന്താ പെട്ടെന്ന് നീ തളർന്നു പോയ? നീ എന്താ ഒരു മണൽപ്പുറത്ത് ഭവനം പണിത വ്യക്തിയെ പോലെ ആയിത്തീർന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് സസ്ന സാക്ഷ്യത്തിൽ കേട്ടതുപോലെ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം, ജീവിതം നശിച്ചു പോയി, അതുപോലെ തകർച്ച വന്ന് എത്ര ആൾക്കാരെ നീ പറഞ്ഞ് രക്ഷിച്ചു വിട്ടു. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ തകർച്ച വന്നപ്പോ നിന്റെ പാറപ്പുറത്ത് നിൽക്കുന്ന നിന്റെ കരുത്ത് എവിടെ പോയി? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സോർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നീ ശരിക്കും നല്ലൊരു ദൈവരാജ്യ വേലക്കാരനാകാം. നീ ഒരുപക്ഷെ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ നീ ഇടവപ്പള്ളിയിൽ നല്ല കൈക്കാരനായിട്ട്, അല്ലെങ്കിൽ ഇടവക ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന ആളായിരിക്കാം, നീ ഒരു കോൺവെന്റ് ശുശ്രൂഷ ചെയ്യുന്ന ആളായിരിക്കാം, വചന ശുശ്രൂഷകനായിരിക്കാം, നീ നല്ല കൗൺസിലറായിരിക്കാം, നീ ഒരുപാട് ആത്മാക്കളെ ഇന്ന് നന്നായി നയിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ട ദൈവവൈദ്യരെ, നീ വചനം പാലിക്കുന്ന ഒരു വീഴ്ച വരുത്തരുത്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥന കുറഞ്ഞ്, വചനവായന കുറഞ്ഞ്, കുടുംബ പ്രാർത്ഥന ഇല്ലാതെ, കുർബാന സ്വീകരണം ഇല്ലാതെ ഒരു കാലത്ത് നീ തകർന്നു വീണ് നിന്നെ ഈ മണൽത്തിട്ടകൾ കൊണ്ടുവരാൻ സാത്താൻ ഒരുപാട് കെണി ഒരുക്കുന്നുണ്ട്. നീ മനസ്സിലാക്കണം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മണൽത്തിട്ടയിൽ വീട് പണിയരുത്, വചനമാകുന്ന പാറപ്പുറത്ത് വീട് പണിയാറുള്ളൂ. അപ്പോ വീട് പണിയേണ്ട ഒന്നാമത്തെ പാറയാണ് വചനമാകുന്ന പാറ. നിന്റെ ഹൃദയമാകുന്ന ആവാലയം പണിയേണ്ട ഒന്നാമത്തെ പാറയാണ് വചനമാകുന്ന പാറ. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സോർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാൻ ഈ അനേകം വ്യക്തികൾ, അനേക ആൾക്കാർക്ക് എന്താ ശരിക്കും അറിയോ, ധ്യാനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശ്വസനം ചിലപ്പോൾ ഒരു നല്ലൊരു കുളി പോലെയാണ്. ചില ആൾ ധ്യാനത്തിന് വരുന്ന അങ്ങനെ വരുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന് നല്ലൊരു ധ്യാനം കൂടി നല്ലൊരു കുംസാരം കഴിച്ച് ഒരു കുളി കഴിഞ്ഞ് നല്ല ക്ലീൻ ആയിട്ട് അങ്ങോട്ട് പോവാം. ഇനി അടുത്ത വാർഷിക ധ്യാനത്തിന് വരുമ്പോൾ കുളിക്കാം. അതല്ല ഒരു ധ്യാനം എന്ന് പറയുന്നത്. ഈ വെബ് ലൈവ് സൊസൈറ്റി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം പരിശീലിക്കാനുള്ള തീരുമാനമാണ്. അങ്ങനെ വചനം പരിശീലിക്കുന്ന പാറപ്പുറത്ത് ഭവനം പണിത് വ്യക്തിയായി തീരുകയുള്ളൂ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിജയം വേണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ ഒരു കാര്യം അച്ഛൻ വളരെ ക്ലിയർ ആയിട്ട് അങ്ങ് പറയാ. എന്നാന്നറിയാവോ, നീ വചനത്തിന്മേൽ അടുക്കി നിന്റെ ജീവിതം പണിത് കൊണ്ടുവരണം.
പണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് ഓർക്കുന്നുണ്ട്, എങ്ങനെയാ പാറയുണ്ടാകണത്? ഒരു ചോദ്യം പഠിച്ച പാറ എങ്ങനെയുണ്ടാകും? ഉപ്പ് എങ്ങനെയുണ്ട് പഠിച്ചിട്ടില്ലേ? എങ്ങനെയാ പാറയുണ്ടാകുന്നത്? മണ്ണ് ഉറച്ച് പാറയാകും. എന്നിട്ട് വർഷങ്ങൾ കഴിയുന്തോറും ഈ പാറയ്ക്ക് കാഠിന്യം കടനെ കൂടി വരും എന്ന് പറഞ്ഞ പോലെ ഒരു വചനം നീ പാലിക്കുമ്പോൾ നീ മണലിൽ നിന്ന് മാറി നീ ഒരു മണ്ണ് ഉറക്കുന്ന പരുവായി. അടുത്ത വചനം പാലിക്കുമ്പോൾ ആ മണ്ണ് കുറച്ചുകൂടി ഉറച്ച്, അടുത്ത വചനം പാലിക്കുമ്പോൾ ആ മണ്ണ് വീണ്ടും ഉറച്ച്. അങ്ങനെ വചനങ്ങൾ പാലിക്കും തോറും നിന്റെ ജീവിതത്തിൽ നീ വചനമാകുന്ന പാറയായി രൂപാന്തരപ്പെടുക. എന്നിട്ടോ വീണ്ടും എത്രത്തോളം വചനങ്ങൾ പാലിക്കുന്നോ അത്രത്തോളം ഈ പാറയ്ക്ക് കട്ടികൂടി പിന്നെ കൊടുങ്കാറ്റടിച്ചാലും ബുൾസോറസ് അടിച്ചാലും ബോംബ് വെച്ച് തകർത്താലും പൊട്ടാത്ത വിധം നിന്റെ ഭവനം നിലനിൽക്കുന്ന, നിന്റെ ജീവിതം നിലനിൽക്കുന്ന ജീവിതമായിട്ട് മാറും. എന്നാൽ നീ എഴുതപ്പെട്ട ഓരോ വചനം ലംഘിക്കാൻ തുടങ്ങുക എന്നാ സംഭവിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ബിൽഡിംഗ്, നിങ്ങൾ താമസിക്കുന്ന ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന് അടിയുന്ന ഒരു കട്ട ഒരാൾ ഇടിച്ചുകൊണ്ട് പോയി വിചാരിക്കാം. ഒരു ദിവസം കഴിയുമ്പോൾ അടുത്ത കട്ടയും കൂടെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ പല സ്ഥലത്ത് പല ദിവസങ്ങളിൽ കട്ടകൾ എടുത്തെടുത്ത് പോകുന്നത് പോലെയാണ് എഴുതപ്പെട്ട ഓരോ വചനം ലംഘിക്കുമ്പോൾ സംഭവിക്കുന്നത്. ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്ക് പുറകിലും പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതം ഉറപ്പിക്കാനും നിന്റെ ജീവിതം ലൂസാക്കാനും സാധ്യതയുണ്ട്. സാത്താൻ നിന്റെ ജീവിതത്തെ ലൂസാക്കി എങ്ങനെയെങ്കിലും നിന്നെ കോഴിയെ ഓടിച്ച് കോഴിക്കൂടിനെ അടിയിലിട്ട് പിടിക്കുന്നത് പോലെ മനത്തിട്ട് കയറി പിടിക്കാൻ സാത്താൻ നോക്കിയിരിക്കുന്നു. മറക്കരുത്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ സംഭവത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു 2 ഹല്ലേലൂയ സന്തോഷത്തോടെ ഒരുമിച്ച് ഉറക്കെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക സഹോദരങ്ങളെ, അപ്പൊ അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം അദ്ദേഹം മണൽപ്പുറത്ത് പണിതൊരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ഒരു വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഒരു വചനം കേട്ട് പറഞ്ഞത്, സ്വന്തം അപ്പനോട് ക്ഷമിക്കാതെ നിനക്ക് എങ്ങനെ ഒരു അപ്പനാകാൻ കഴിയും? ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. അന്ന് തന്നെ ആ സഹോദരൻ അപ്പനോട് ക്ഷമ ചോദിക്കാൻ രമ്യതപ്പെടാൻ തീരുമാനമെടുത്ത് ആ ഏതാനും നാളുകൾ കഴിഞ്ഞ് തന്നെ ഭാര്യ പ്രഗ്നൻ്റായി എന്ന് മാത്രമല്ല, കടബാധ്യത കൊണ്ട് തകർന്ന ചെറുപ്പക്കാരന് ലക്ഷങ്ങൾ കർത്താവ് ക്രമീകരിച്ച് കൊടുക്കുന്നു, കടബാധ്യത പരിഹരിക്കപ്പെടുന്നു, വീട് കൊടുക്കുന്നു, എല്ലാം നല്ല കർത്താവ് അനുഗ്രഹിക്കുക. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ വചനങ്ങൾ ഓരോന്നോരോന്ന് പാലിച്ച് നിന്റെ മണൽത്തിട്ട മാറി നീ പാറപ്പുറത്തേക്ക് പണിത് വരുമ്പോൾ നിന്റെ ഓരോ മണ്ഡലങ്ങളും ഇതുപോലെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കും പ്രിയപ്പെട്ട ദൈവവൈതലേ. അതുകൊണ്ട് സാത്താൻ നിന്റെ ഉള്ളിലൊരു വെറുപ്പ് വെക്കാൻ നോക്കുമ്പോൾ സാത്താൻ ഉദ്ദേശിക്കുന്നത് നിന്നെ എങ്ങനെ മണൽത്തിട്ടിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ടാണ്. നിന്റെ ഹൃദയത്തില് കൈക്കൂലി കൊടുത്ത താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒരു കാര്യം നടത്താൻ നീ പരിശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത്, സാത്താൻ നിന്നെ വളരെ കൂളായിട്ട് മിഠായി കാണിച്ച് കുട്ടികളെ പറ്റിക്കുന്നത് പോലെ, പഴത്തിന്റെ തൊലി കാണിച്ച് ആട്ടിൻകുട്ടി പറ്റിച്ച് കൂട്ടിക്കേട്ടുന്നത് പോലെ വളരെ രസകരമായി നിന്നെ മണത്തിട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കെണി അതിന്റെ പുറകിലുണ്ടെന്ന് നീ തിരിച്ചറിയണം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവക വട്ടാലച്ചൻ ഒരു മാറാനാത്തൊരു അഭിഷേകത്തിന്റെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇന്ന് തങ്ങി നിൽക്കുന്നുണ്ട്. നീ മരിക്കുന്നതിന് മുമ്പ് ബൈബിളിലെ എഴുതപ്പെട്ട 10,000 വചനങ്ങളും ലംഘിക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും സാത്താൻ നിന്റെ അടുത്ത് വരും. നീ മരിക്കുന്നതിന് മുമ്പ് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വചനങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ലംഘിപ്പിക്കാനുള്ള സാധ്യതയുമായി നീ മരിക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം സാത്താൻ നിന്റെ അടുത്ത് വരും. എന്നാൽ നീ ഓരോ വചനം പാലിക്കാൻ നോക്കുമ്പോൾ നീ പാറപ്പുറത്ത് ഭവനം പണിയുകയാണ്. ഓരോ വചനം ലംഘിക്കാൻ തുടങ്ങുമ്പോൾ മണൽപ്പുറത്ത് ഭവനം പണിത് തകർന്ന് തരിപ്പണമായി സാത്താന്റെ വായിലോട്ട് കയറുന്ന അവസ്ഥ വരികയാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ പല വിധത്തിലെ പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകുമ്പോൾ 1 കൊറിന്തോസ് 4:12 വചന പ്രകാരം, 1 Corinthians chapter 4:12 അവിടെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ്ലീഹായ്ക്ക് ഒരുപാട് തരത്തിലുള്ള ദുരിതങ്ങൾ, പ്രതിസന്ധനങ്ങൾ, ആക്രമണങ്ങൾ, അപവാദങ്ങൾ, കടലിലേക്കുള്ള എടുത്തുള്ള എറിയൽ, കപ്പലപകടം, പാമ്പ് കടിക്കൽ, ശത്രുക്കളുടെ ആക്രമണം, നിന്ന, അടി, കാരാഗ്രഹം, മർദ്ദനം, കൊടും തണുപ്പ്, കൊടും ചൂട്,
ഇതുപോലെയുള്ള പല പ്രതിസന്ധികളോടെ കടന്നുപോയപ്പോൾ പൗലോസ്ലീഹായൊക്കെ പിടിച്ചു നിന്നത് ഇങ്ങനെയുള്ള ചില സംഗതികൾ ഉള്ളത് കൊണ്ടായിരുന്നു. അതാണ് 1 കൊരിന്ത്യർ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു, നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു. അവസാനത്തെ വാക്യമാണ് പ്രധാനപ്പെട്ടത്. പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു. അതിനെ നമുക്ക് നേരിട്ട് പറയാം. പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു. അടിപതറാതെ നിൽക്കുന്നു. ഞാൻ ആദ്യത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വടംവലിക്ക് അടിപതറാതെ നിൽക്കും. അങ്ങനെ അടിപതറാതെ നിൽക്കണം. നിന്റെ കുടുംബത്തിൽ പൊടുന്നനെ ഒരു അത്യാഹിതം വന്നു, പൊടുന്നനെ ഒരു രോഗം വന്നു, പൊടുന്നനെ ജോലി നഷ്ടപ്പെട്ടു, പൊടുന്നനെ മക്കൾ പോയി പ്രേമത്തെ ചാടി, പൊടുന്നനെ ഒരു ക്യാൻസർ വന്നു, പൊടുന്നനെ ഒരു അപവാദം വന്നു. അങ്ങനെ ഓരോ സംഗതികൾ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മകനെ നീ അടി പതറാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ ഈ വചനമാകുന്ന പാറപ്പുറത്ത് കയറി നിൽക്കണം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് അപ്പൊ ഉത്തരം വചനപ്രകാരം കർത്താവ് നിന്റെ ഹൃദയത്തിൽ തരും. ഇല്ലെങ്കിലോ ഒന്ന് കഴിയുമ്പോൾ തന്നെ മണൽപ്പുറത്തേക്ക് കാലുറപ്പിച്ച വ്യക്തിയാണെങ്കിൽ പൊടുപെടോ എന്ന് പറഞ്ഞ് പടർന്ന് തകർന്ന നിരാശ, ഇനി മരിച്ചാൽ മതി, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിൽക്കും. എന്നാൽ ശ്രീക നിൽക്കാത്തതിന് കാരണം എന്താ? ശ്രീകായെ സംബന്ധിച്ചിടത്തോളം അടിപതറാതെ നിൽക്കാൻ കാരണം പൗലോസ് 10 വർഷക്കാലം മരുഭൂമിയിൽ പോയിരുന്നങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശു വചനം മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തപ്പെട്ട വചനത്തിന് മുകളിലാണ് പൗലോസ് നിൽക്കുന്നത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ച് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, വചനമാകുന്ന പാറപ്പുറത്ത് ഭവനം പണിയാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ താഴ്ത്താം, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഇന്ന് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന ആളാണെങ്കിലും ശരി, നീ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മകനാണ്, ധാരാളം കൊന്തയെല്ലാം ദൈവോഹിതനാണ്, ദൈവകൽപ്പന നന്നായി കാക്കുന്ന വ്യക്തിയാണ്, എല്ലാം ശരി തന്നെയാണ്. എന്നാൽ സാത്താൻ നിന്നെ മനത്തിട്ട് കണഞ്ഞ് പരിശ്രമിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമേ, നിന്റെ പ്രാർത്ഥന ഒരു പതി നീ പിന്നോട്ട് പോകരുത്. നീ വചനം വായിക്കുന്ന കാര്യത്തിൽ ഒരു പടി പോലും നീ പുറകോട്ട് പോകരുത്. നീ കൊന്തയല്ലാത്ത കാര്യത്തിൽ ഒരു പടി പോലും നീ പുറകോട്ട് പോകരുത്. ഹല്ലേലൂയ. അപ്പൊ ആദ്യത്തെ പാറ എന്ന് പറയുന്നത് വചനമാകുന്ന പാറയാണ് നമ്മൾ കണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്തൊരു പാറയുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം തന്നെ 16-ാമത്തെ അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലാണ്. ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 18. നമുക്ക് അത് നന്നായിട്ട് വായിക്കാം. മത്തായി 16-18 വായിക്കാം. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. വളരെ പ്രധാനപ്പെട്ട വചനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പത്രോസ്ലീഹായുടെ കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് വേണ്ടി ഒരു വചനം പറഞ്ഞു കൊടുക്കുക. ഞാൻ നിന്നോട് പറയുന്നു, വളരെ ക്ലിയർ ആയിട്ട് സ്ലീഹായോട് പറയുകയാണ്. എന്താണ് പറയണത്? നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. എന്നിട്ട് പറയാണ്, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അപ്പൊ നോക്കിയ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നോക്കുമ്പോൾ എത്ര ക്ലിയറാ. മണൽത്തിട്ടയിൽ ഭവനം പണിതതിനെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയുള്ളൂ. പാറപ്പുറത്ത് പണിത് ഭവനമാണെങ്കിൽ അതിനെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല എന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ പാറയാണ് സഭയാകുന്ന പാറ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? സഭയാകുന്ന പാറയിൽ, വചനമാകുന്ന പാറയിൽ നീ ജീവിതം ഉറപ്പിച്ചാൽ അതാണ് അനുഗ്രഹത്തിന്റെ വഴി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതപ്പെട്ട വചനങ്ങൾ ലംഘിക്കാതെ ജീവിക്കുന്നത് പോലെ തന്നെയാണ് തിരുസഭ നൽകിയിരിക്കുന്ന പ്രബോധനങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്നത്. എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് പടിപടിയായി രൂപാന്തരപ്പെട്ട് വന്നിട്ടുള്ള സഭാ നിയമങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പാലിക്കുമ്പോഴും അവൻ പാറപ്പുറത്ത് ഭവനം പണിത വ്യക്തിയായി തീരുകയാണെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്.
ഉറക്കെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് ബൈബിളൊക്കെ നല്ല ഇഷ്ടമാണ്, യേശുവിനെ എനിക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷെ സഭ എനിക്കിഷ്ടമല്ല, അച്ഛന്മാരെ സിസ്റ്റർമാർ അതൊന്നും എനിക്കിഷ്ടമല്ല, ധ്യാനകേന്ദ്രം പള്ളി പ്രാർത്ഥന ആ സെറ്റപ്പ് അതൊന്നും എനിക്കിഷ്ടമല്ല, യേശുവിനെ എനിക്കിഷ്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവും സഭയും രണ്ടല്ല ഒന്നാണ്. യേശുവും സഭയും രണ്ടല്ല ഒന്നാണ്. ക്രിസ്തുവിന്റെ തുടർച്ചയാണ് സഭ. ക്രിസ്തുവിന്റെ കൂദാശയാണ് സഭ. സഭ ക്രിസ്തുവിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഭയുമായി എനിക്ക് ബന്ധമില്ല എന്ന് പറയാൻ അവൻ കള്ളം പറയുന്നു എന്നാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് നടക്കുക. പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് കൊന്നുകൊണ്ടിരുന്ന കാലഘട്ടമുണ്ട്. സാവുളായ സമയത്ത് അന്ന് കുതിരപ്പുറത്തുനിന്ന് ഒരു വീഴ്ച വീഴുന്നു. അപ്പോൾ കർത്താവിനോട് ഈ പൗലോസ്ലീഹ ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണ്? അപ്പോൾ എന്താ സ്ലീഹ പറഞ്ഞ മറുപടി? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ യേശുവിനെ നേരിട്ട് പൗലോസ്ലീഹ പീഡിപ്പിച്ചോ? ഇല്ല. പിന്നെയോ ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ചപ്പോൾ, സഭയെ പീഡിപ്പിച്ചപ്പോൾ യേശുവിനെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശുവിന്റെ ശരീരമാണ് സഭ, ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തിരുസഭാ നിയമങ്ങൾ ഞായറാഴ്ചയുള്ള കടമുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന സമ്മതിക്കണം, ഇടയ്ക്ക് കുമ്പസാരിക്കണം, ഉപവാസം എടുക്കണം, നോമ്പ് നോക്കണം, സഭ നിർദ്ദേശിച്ച ദിവസങ്ങളിൽ മാംസവർജനം നടത്തണം, നോമ്പ് കാലത്ത് കല്യാണാഘോഷം നടത്തരുത്. ഇങ്ങനെ സഭ പറഞ്ഞിരിക്കുന്ന കുറെ തരത്തിലുള്ള വ്യവസ്ഥകളും കുറെ നിയമങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞൊരു കാര്യം കേട്ടെ, ഈ സഭയാകുന്ന പാറപ്പുറത്താണ് നീ നിൽക്കുന്നതെങ്കിൽ ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നരക കവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നീ എഴുതപ്പെട്ട ഈ ബൈബിളിലെ 100 കണക്കിന് വചനങ്ങൾ പരിശീലിച്ചാലും നിനക്ക് സഭയുമായിട്ട് കൂട്ടായ്മയില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ മണൽപ്പുറത്തേക്ക് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തെ നമ്മൾ ചിന്തിക്കണം. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നോട് ഞാൻ ഓർക്കാണ്, ചില പ്രേമത്തിലൊക്കെ ചാടിയ ചില ചെറുപ്പക്കാര്, അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള ജീവിതത്തിന് അന്തരീക്ഷങ്ങളൊക്കെ ചെന്നവര്, അവ ചില ആൾക്കാരോ വേറെ ഈ ക്രിസ്ത്യാനി ആയത് ഇതെല്ലാം പൊല്ലാപ്പായി പോയത്, ഈ സഭയ്ക്ക് ഇങ്ങനത്തെ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ എന്തെങ്കിലും അത് കുഴപ്പമില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവം, നീ ഇങ്ങോട്ട് നോക്കിയേ, ചുറ്റുമുള്ള ജനതകളെ കാണിക്കുന്നത് പോലെ എല്ലാം കാട്ടിക്കൂട്ടാനുള്ള നിന്റെ വ്യഗ്രതയുണ്ടല്ലോ, അത് അപകടകരമാ. അതുകൊണ്ട് നീ ചുറ്റുമുള്ള ഓരോ മേഖലകളിലൂടെ ചുറ്റുമുള്ള ഒരുപാട് സംസ്കാരങ്ങൾ വളർന്നു വരുന്നുണ്ട്. ദൈവമില്ല എന്നുള്ള സംസ്കാരം ഇപ്പൊ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് പുറത്തുള്ള ഓരോ ഭൂഖണ്ഡങ്ങളിലുള്ള അവരെ കാരണന്മാർക്കറിയാം, മക്കൾ അത്തൈസത്തിന്റെ പിന്നാലെ, ദൈവമില്ല എന്നുള്ള പിന്നാലെ, ഇതൊക്കെ തട്ടിപ്പെന്നുള്ള പിന്നാലെ ഒരുപാട് പ്രബോധനങ്ങൾ പുറകെ പോകുന്ന ഒരു സംസ്കാരമുണ്ട്. ചുറ്റുമുള്ള ജനതകളെ ചെയ്യുന്ന പോലെ ചെയ്യാൻ നിൽക്കരുത്. അതിനുവേണ്ടി സഭ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. 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 നിങ്ങൾക്കറിയാം, ആ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വവർഗഭോഗികളായ ആൾക്കാരോട് സഭയ്ക്ക് അനുകമ്പയുണ്ട് എന്ന് മാർപ്പാപ്പ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ചില ആൾക്കാർ വിചാരിച്ച് മാർപ്പാപ്പ ഇതാ ഇപ്പൊ സ്വവർഗഭോഗം പിന്നെ ആ വിവാഹം കൊണ്ട് അനുവദിക്കും എന്ന് വിചാരിച്ച് കൊടിയും പിടിച്ചിറങ്ങിയ ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് നോക്ക്, സഭയെ പാറയാണ്. പാറയുടെ പ്രത്യേകത, പാറയ്ക്ക് ഒരു കാലത്ത് ഒരു മാറ്റവും വരികയില്ല. മണലിന്റെ പ്രത്യേകത എന്താ? മണൽ വാരി ചാക്കിനകത്തിട്ട് ചാക്കിന്റെ ഷേപ്പായിട്ട് അതെങ്ങനെ ആ ഷേപ്പായിട്ട് മാറും. എന്നാൽ നിങ്ങൾ 2 കല്ല് പെറുക്കിയെടുത്ത് അത് ചാക്കിനകത്തിന് നോക്ക്, അത് ആ കല്ലിന്റെ ഷേപ്പ് തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമേ, സഭയിൽ കർത്താവ് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്തിൽ എന്തൊക്കെ മാറ്റം വന്നാലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കരുത്. അത് പാറയാണ്, അതിന് മാറ്റം ഉണ്ടാവില്ല.
Praise the Lord. Praise the Lord. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഈശോയെ സ്തോത്രം. ഈശോയെ സ്തോത്രം. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ ചുറ്റുമുള്ള ജനതകളെ പോലെ ആയി തീരാനുള്ള വ്യഗ്രതയിൽ മാറ്റിമറിക്കാൻ നിൽക്കരുത്. അത് അപകടകരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ ഓർക്കാണ്, കുറച്ച് നാൾക്ക് മുമ്പ് ഒരപ്പനും ഒരു മോനും കൂടെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ആ അപ്പൻ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് കുറച്ച് ഇപ്പം ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരു അപ്പനാണ്. പക്ഷെ മക്കളെല്ലാം നല്ല ദൈവത്തെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അവൻ 10ാം ക്ലാസ്സിലൊക്കെ പാസ്സായി. അങ്ങനെ പാസ്സായി അടുത്ത ഡിഗ്രിയുടെ കോഴ്സിന് വേണ്ടിയിട്ട് പോകണം. അങ്ങനെ കോഴ്സിന് വേണ്ടിയപ്പോൾ ഈ കുട്ടിക്ക് നല്ല നല്ല കോഴ്സുകളും കാര്യങ്ങളൊക്കെ മാതാപിതാക്കന്മാരെ അറിയാവുന്നവരെ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് ഒരേ വാശി, ഇന്ന കോഴ്സിന് എനിക്ക് പോകണം. അപ്പോൾ ശരിക്കും ഞാൻ കുട്ടി ആ കോഴ്സിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് കുട്ടികൾ ഇഷ്ടത്തിന് വിടാതിരിക്കുന്ന അവസ്ഥയല്ല ഇത്. അങ്ങനെ ചില മാതാപിതാക്കന്മാരുണ്ട്. മാതാപിതാക്കന്മാർക്ക് മക്കൾ എന്തെങ്കിലും ആയിത്തീർന്ന് ആഗ്രഹം അതിനനുസരിച്ച് അങ്ങോട്ട് പറയും. അതങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയെ അറിഞ്ഞ് മനസ്സിലാക്കി തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. നല്ല പരിശീലനം കൊടുക്കുന്ന കുടുംബം തന്നെയാണ്. ഈ കുട്ടിക്ക് ഒരേ വാശി. അപ്പോൾ അങ്ങനെ ആ കുട്ടിയായിട്ട് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ കുട്ടിയെ ചോദിച്ചു, മോനെ നീ എന്തുകൊണ്ടാണ് ഇതിന് പോകാൻ ഇത്ര വാശി പിടിക്കണത്? നീ പോകണമെങ്കിൽ പൊക്കോ. അപ്പം പറഞ്ഞറിയാം, അതെ എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ നല്ല കൂട്ടുകാർ 7 പേരും ഈ കോഴ്സ് തന്നെ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സിന് പോകുന്നത്. എനിക്കിത് ഒട്ടും ഇഷ്ടമുണ്ടായിട്ടില്ല, പക്ഷേ എൻ്റെ കൂട്ടുകാരല്ല അതിന് പോയിരിക്കും. അപ്പോൾ എനിക്ക് പോകണം. എൻ്റെ സഹോദരങ്ങളെ, നിന്റെ കൂട്ടത്തിലുള്ളവരെ മുഴുവൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നീ ആയിരിക്കുന്നത്. എന്നാൽ കോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് അല്ല ഉദ്ദേശിക്കുന്നത്. ചുറ്റമുള്ള ആൾക്കാർ ഒരുപാട് ചുറ്റമുള്ള ജനതകളെ പോലെ ആയി തീരാൻ കാണിക്കുന്ന ടെൻഡൻസി അപകടകരമായ ടെൻഡൻസിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ സഭ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ മറ്റ് കാനിലോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച് ഒരുപാട് കാര്യങ്ങൾ അത് മിശ്രഭാഗമായിട്ട് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു വെക്കുമ്പോൾ ഒരു കാലത്ത് ഇതിനെ ഓർത്ത് കണ്ണീരൊരുക്കുന്ന ഒരു കാലഘട്ടം വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ചുറ്റുമുള്ള ജനതകളെ പോലെ ആയിത്തരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഒരുപാട് ആൾക്കാർ ബൈബിളിലുണ്ട്. നമ്മൾ അങ്ങനത്തെ ചില വ്യക്തികളെ കുറിച്ച് പരിചയപ്പെടുകയാണ്. 1 സാമുവേൽ പ്രവചനത്തിൽ അതിൻ്റെ 1 സാമുവേൽ അതിൻ്റെ 8-ാമത്തെ അധ്യായം. 1 സാമുവേൽ അതിൻ്റെ 8-ാമത്തെ അധ്യായം. 8-ാമത്തെ അധ്യായത്തിൽ കർത്താവ് വെളിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇസ്രായേൽ ജനതയ്ക്ക് ഭയങ്കരമായൊരു ആഗ്രഹം. എന്താ ആഗ്രഹം എന്നറിയാം? അവർക്ക് ചുറ്റുമുള്ള എല്ലാ ജനതകൾക്ക് രാജാക്കന്മാരുണ്ട്. അപ്പോൾ രാജാക്കന്മാരുള്ളുന്നുണ്ട്, പടയാളികളുണ്ട്, സൈന്യമുണ്ട്, മന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, ഉപമന്ത്രിയുണ്ട്. അപ്പോൾ എന്താ കാര്യങ്ങളെ രസകരമായിട്ട് നോക്കുന്നത്? യുദ്ധം ചെയ്യുന്ന ഒരുപാട് സംഗതി നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള എല്ലാ രാജ്യക്കാർക്കുണ്ടെന്ന് വിചാരിക്കണം. എന്നാൽ ഇസ്രായേലിന്റെ രാജാവാരാ? യഹോവയായ കർത്താവാണ് ഇസ്രായേലിന്റെ രാജാവ്. ദൈവത്തിന്റെ വഴിയിലൂടെ കണ്ണിന്റെ കഷ്ണമണി പോലെ ഇസ്രായേൽക്കാരെ വളർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഇസ്രായേൽക്കാർക്ക് ഭയങ്കര ആഗ്രഹം, ഞങ്ങൾക്കും വേണം രാജാവ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്നിട്ട് ഇവർ ചെന്ന സാമുവേലിന്റെ അടുത്ത് എന്ന് പറയാണ്, ഞങ്ങൾക്കും വേണം രാജാവിന്, ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരണം. അപ്പൊ സാമുവേൽ നേരെ പറഞ്ഞു കൊടുത്തു, എൻ്റെ പൊന്ന സഹോദരങ്ങളെ, നമ്മുടെ ദൈവമാണ് നമ്മുടെ രാജാവ്. അതുകൊണ്ട് ചുറ്റുമുള്ള രാജാക്കന്മാർക്ക് അതല്ല നമ്മുടെ രീതി, അങ്ങനെയല്ല. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു കൊടുത്ത് മക്കൾ ഓരോന്ന കാര്യങ്ങൾ ചോദിച്ച് വരുമ്പോൾ കാരണവന്മാരെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു കൊടുത്ത്. എന്നാൽ അവരൊന്നും കൂട്ടാക്കാൻ തിരിഞ്ഞു, ഞങ്ങൾക്ക് വേണം രാജാവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരുനാളുകളുടെ കാലഘട്ടം കണ്ട കേരളത്തിലൊക്കെ പെരുന്നാൾ പറമ്പിൽ ചെല്ലുമ്പോൾ വെച്ചുപാണിക്കാര് ഒരുപാട് തരത്തിലുള്ള കളിക്കോപ്പുകളുടെ സാധനങ്ങൾ നിൽക്കും. അപ്പോൾ കുട്ടികളറിയാം, ആ വേറൊരു കുട്ടിയുടെ അടുത്ത് ഓർമ്മിരിക്കുന്നുണ്ട്, അവരുടെ കുട്ടികൾ അതുകൊണ്ട് എനിക്കും വേണം എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വേണം രാജാവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുളവിളി കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം യഹോവയായ ദൈവത്തിൻ്റെ അടുത്ത് സാമുവേൽ ചെന്ന് ഈ കാര്യങ്ങൾ അറിയിച്ചു. അപ്പോൾ ദൈവം സാമുവേലിനോട് പറഞ്ഞു. അതാണ് 1 സാമുവേൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. 1 സാമുവേൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുലിഖിതം നമുക്ക് വായിച്ചു കേൾക്കാം. അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക, എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. അവസാനം ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, ഏതായാലും ഒക്കെ അവർക്ക് അത്ര പിടിവാശിയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുത്തു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്,
ഈ രാജാവ് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് നീ നന്നായിട്ട് അവർക്ക് വിശദീകരിച്ച് കൊടുക്കണം. ഒരു രാജാവ് വന്നാൽ അതിന് ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. അപ്പൊ സാമൂഹ്യ അതെല്ലാം വിവരിച്ചു കൊടുത്തു. രാജാവ് വന്നാൽ ഒരുപാട് അപകടമുണ്ട്. നിങ്ങളുടെ മക്കളെ മുഴുവൻ സൈന്യത്തിൽ ചേർക്കാൻ വേണ്ടി, നിങ്ങളുടെ മക്കളെ മുഴുവൻ സൈന്യത്തിൽ ചേർക്കാൻ വേണ്ടി പിടിച്ചോണ്ട് പോകും. പിന്നെയോ നിങ്ങളുടെ പെൺകുട്ടികളെ മുഴുവൻ രാജാവ് അല്ലെങ്കിൽ പടയാളികൾക്ക് ഭാര്യമാനൊക്കെ ബലമായിട്ട് പിടിച്ചുവന്ന കാലഘട്ടം വരും. കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ മന്ത്രി, രാജാവ്, പരിവാരം ഇതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി ചുങ്കം പിരിക്കൽ ആരംഭിക്കും. അതുപോലെ തന്നെ അനേക രാജ്യങ്ങളിൽ യുദ്ധങ്ങളുണ്ടാകും, വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മനസ്സിലാകുന്ന ഭാഷയിൽ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്ത സാമൂഹ്യല് കൂട്ടാക്കിയില്ല സഹോദരങ്ങളെ. അതാണ് 1 സാമുവേൽ 8-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 1 സാമുവേൽ 8-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. സാമുവേലിന്റെ വാക്കുകൾ ജനം അവഗണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം, ഞങ്ങൾക്കും മറ്റു ജനതകളെ പോലെ ആകണം. ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യണം. അപ്പൊ നോക്കിയ സഹോദരങ്ങളെ, ദൈവം ഇതെല്ലാം ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. മരുഭൂമികൾക്ക് ഇവിടെ വന്ന സമയത്ത് ഇവർക്ക് ഭക്ഷണം ഇല്ലാന്ന് പറഞ്ഞാൽ ചുമ്മാ വാവ് വിളിച്ചാൽ മതി, അപ്പൊ മന്ന വന്ന് വായിലോട്ട് വീഴുമായിരുന്നു. ഇതുപോലെ ഇല്ലായിരുന്ന സ്ഥിതി. ഇറച്ചി വേണമെന്ന് പറഞ്ഞ സമയത്ത് കാടപക്ഷികളെല്ലാം കൂടെ വന്നിട്ട് നല്ല റെഡിയായിട്ട് കഴിക്കാൻ പാകത്തിന് ഇരുന്ന് കൊടുക്കുക. ഇതല്ലായിരുന്ന സ്ഥിതി. എന്നിട്ട് തിന്ന് വായിക്കോട്ടെ മൂക്കിക്കോട്ടെ പുറത്തേക്ക് വരുന്ന അവസ്ഥയെത്തി. ഇതേപോലെ ദൈവം അവരെ നയിച്ചുകൊണ്ടിരുന്നത്. വെയിലുള്ള സമയത്ത് ആകാശത്തിൽ വന്നിട്ട് മേഘങ്ങൾ വന്നിട്ട് നിൽക്കുക. രാത്രിയിൽ അഗ്നിസമ്പത്തിൽ ദൈവം നേരിട്ട് സ്വർഗത്തിൽ നിന്ന് ലൈറ്റ് ഇട്ട് അവരെ നയിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ ദൈവം പരിപാലിച്ചത്. ചെങ്കടലിന് മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞ സമയത്ത് നേരിട്ട് വന്നിട്ട് ചെങ്കടൽ കൊണ്ട് വിവരിച്ച് വഴിയുണ്ടാക്കി അക്കരയ്ക്ക് കടത്തി വിട്ടില്ലേ? ഇതുപോലെയെല്ലാം ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞ പറച്ചില് കേട്ടെ, ഞങ്ങൾക്കും വേണം രാജാവ്, ഞങ്ങൾക്കും മറ്റ് ജനതകളെ പോലെ ആകണം, ഞങ്ങൾക്കും പടവെട്ടണം, ഞങ്ങളെ ഭരിക്കണം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സോർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, അവസാനം ഗത്യന്തരമില്ലാതെ ഈ സാമുവേലിന്റെ നിർബന്ധത്തിന് വഴങ്ങി എന്തായാലും ദൈവം അനുവദിച്ചു കൊടുത്ത്, എന്നിട്ട് ഈ രാജാവിനെ വാഴിച്ചു കൊടുത്തു. ഈ രാജാവിനെ വാഴിച്ച് കൊടുത്തിന്റെ പ്രത്യാഘാതങ്ങളാണ് പിന്നെ അങ്ങോട്ട് ബൈബിളിൽ കാണുന്നത്. എത്ര വർഷക്കാലം ഇസ്രായേൽ ജനത നരകിച്ച് ഈ രാജാക്കന്മാരെ കീഴിക്കിടന്ന് എത്ര വർഷങ്ങൾ നരകിച്ചു ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ലേ വചന പ്രഘോഷകരെ, അല്ലേ ദൈവം സ്വീകരിച്ചവരെ, ഞാനൊരു കാര്യം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ചുറ്റുമുള്ള ജനതകള് ചെയ്യുന്നത് പോലെ ചെയ്യാനുമൊക്കെ ഈ സംസ്കാരത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കാനൊക്കെ ഒരുപാട് പേര് നിന്നെ ഇതേപോലെ വന്ന് നിർബന്ധിക്കും. നീ വചനമാകുന്ന പാറപ്പുറത്തുനിന്നും സഭയാകുന്ന പാറപ്പുറത്തുനിന്നും ഒരു ക്ഷണം നീ അനങ്ങാൻ നിൽക്കരുത്. ഒരു ക്ഷണം നീ അനങ്ങാൻ നിൽക്കരുത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിന് സംഭവം കാണുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകത്തില് 32-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ചുറ്റുമുള്ള ജനതകൾക്കെല്ലാം ആരാധിക്കാൻ വേണ്ടി ദേവന്മാരുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, അങ്ങനെ കുറെ സംഗതി ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു വിഗ്രഹം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ അങ്ങോട്ട് മുറവിളി കൂട്ടാൻ നോക്കി. അപ്പോൾ മോശ മലമുള്ളായിരുന്ന സമയമാണ്. എന്നിട്ട് അഹറോനെ അങ്ങോട്ട് ചെവിതല കേൾപ്പിക്കുകയല്ല, അതുപോലെ അങ്ങോട്ട് നിർബന്ധിച്ചു. ചില പിള്ളേരില്ലേ ഒരു കാര്യം സാഹചര്യം അതങ്ങനെ തന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ അങ്ങോട്ട് നിർബന്ധിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ഭാര്യ ആയിരിക്കും നിർബന്ധിക്കുന്നത്, ചിലപ്പോൾ ഭർത്താവായിരിക്കും നിർബന്ധിക്കുന്നത്, ചിലപ്പോൾ ഇടവ പൊതിയോ കാണുന്നുണ്ടെങ്കിൽ ഇടവക്കാരെല്ലാവരും കൂടെ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ്. ചിലപ്പോൾ രാഷ്ട്രീയക്കാരായിരിക്കും നിർബന്ധിക്കുന്നത്, ചിലപ്പോൾ നിന്റെ ഉറ്റ ബന്ധുക്കളെ നിർബന്ധിക്കും. ഒരുപാട് പേരങ്ങോട്ട് നിർബന്ധിക്കുകയാണ്. അങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ച? അവസാനം നിർബന്ധത്തിന് വഴങ്ങി. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്, ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ സംഭവിച്ചത്? കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ രാജാവിനെ ഉണ്ടാക്കിയപ്പോൾ എന്തൊക്കെ പ്രത്യാഘാതം, അതുപോലത്തെ പ്രത്യാഘാതങ്ങൾ വരാൻ തുടങ്ങി. അതാണ് 32-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 32 വേഴ്സ് 35. പുറപ്പാട് 32-ന്റെ 35 വായിക്കാം. കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹറോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു. കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിന്റെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മഹാമാരിയും കൂടെ അങ്ങോട്ട് വന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ ദൈവം മഹാമാരി അയച്ചെന്ന് വിചാരിക്കരുത്. ദൈവം മഹാമാരി അയച്ചെന്ന് വിചാരിക്കരുത്. ഈ മഹാമാരി എന്ന് പറയുമ്പോൾ ഒരു കാര്യം അങ്ങോട്ട് ഓർമ്മയിൽ വരണം. എന്താണെന്നറിയാം ഓർമ്മയിൽ വരേണ്ടത്?
അതായത് പാറപ്പുറത്ത് ഭവനം പണിത്. അപ്പം എന്താ സംഭവിച്ചത്? മഴ പെയ്തു, മഹാമാരി വന്നു, കാറ്റൂതി, വെള്ളപ്പൊക്കം ഉണ്ടായി, അത് വീണില്ല. അപ്പൊ അതിന്റെ അർത്ഥം ദൈവം ഒരു മഹാമാരി അയക്കും നിങ്ങൾ വിചാരിക്കരുത്. നീ പാറപ്പുറത്താണ് ഭവനം പണിതിരിക്കുന്നത്, മഹാമാരികൾ വന്നാലും നിനക്ക് ഏക്കുകയല്ല. നീ മലപ്പുറത്താണെങ്കിൽ മഹാമാരി അകലെന്ന് വരുന്ന കണ്ടാൽ മതി, വീണുപോകും. അതുകൊണ്ട് ഒരുപാട് മഹാമാരികൾ നിനക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നീ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർബന്ധത്തിന് വഴങ്ങരുത്. എന്ന് പറഞ്ഞാൽ സഭ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശയ്യാ പ്രവചനത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. യേശയ്യാ പ്രവചനത്തിൽ 8-ാമത്തെ അധ്യായം, ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 8, യേശയ്യാ പ്രവചനം 8-ാമത്തെ അധ്യായത്തിന്റെ 11-12 തിരുലേഖങ്ങൾ. തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിന്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്. തന്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അരുളി ചെയ്തു. അപ്പോൾ ഒരു കരം കർത്താവ് ഇങ്ങനെ തലയിലേക്ക് വെച്ചുകൊണ്ട് അരുളി ചെയ്യുകയാണ്. ഈ ജനത്തിന്റെ മാർഗത്തെ ചരിക്കരുത്, ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പൊ നോക്കിയേ, വചനങ്ങളെല്ലാം മുന്നറിയിപ്പാണ്. ഈ പറയുന്ന പത്രോസുകാരുടെ കർത്താവ് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. എന്താ പറയുക? കോഴി കോന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. ഒരു മുന്നറിയിപ്പല്ലായിരുന്നോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വചനം നിനക്ക് മുന്നറിയിപ്പാണ്. സഭയുടെ പ്രബോധനങ്ങൾ നിനക്ക് മുന്നറിയിപ്പാണ്. നിന്റെ മാതാപിതാക്കന്മാരുടെ ഉപദേശങ്ങൾ നിനക്ക് മുന്നറിയിപ്പാണ്. വികാരിച്ച ഉപദേശം നിനക്ക് മുന്നറിയിപ്പാണ്. കൗൺസിലിംഗിലെ ഉപദേശം നിനക്ക് മുന്നറിയിപ്പാണ്. യൂദാസ് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തില്ലേ? ഇതാ കാസയിൽ എന്നോട് കൂടെ കൈമുക്കുന്നവൻ ഒറ്റക്കൊടുക്കാതിരിക്കുന്ന മുന്നറിയിപ്പല്ലേ? പൗലോസ്ലീഹ ആ നമ്മുടെ റോമ യാത്രയില് ആ കപ്പലിൽ കയറി, ഇതാ ഈ കപ്പൽ തകരും, അതുകൊണ്ട് ശ്രദ്ധിക്കണം, മുന്നറിയിപ്പല്ല. സ്വീകരിച്ചോ? അടുത്ത വചനം പഠിപ്പിക്കുകയാണ്. ഈ ജനം സത്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സത്യമായി കരുതരുത്. ഈ ജനം സത്യമെന്ന് കരുതുന്നത് സത്യമായിട്ട് കരുതരുത്. ഈ ജനം നല്ലതെന്ന് പറയുന്ന വഴിയിൽ നീ നടക്കരുത്. നീ വചനത്തിന്റെ വഴിയെ, നീ സഭാപ്രബോധനത്തിന്റെ വഴിയെ നടക്കാവുള്ളൂ. വീണ്ടും വചനം പഠിപ്പിക്കുക. ഈ ജനം നീ ഭയപ്പെടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ പോയി എന്തായി തീരുമെന്ന് നീ ഭയപ്പെടരുത്. പാറയ്ക്ക് മാറ്റമില്ലാത്തത് സഭയ്ക്ക് മാറ്റം ഉണ്ടാകില്ല, വചനത്തിന് മാറ്റം ഉണ്ടാകില്ല. അതാണ് മർക്കോസ് 13-ാമത്തെ 31-ാമത്തെ വാക്യം. വചനം പഠിപ്പിക്കുകയാണ്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോകുകയല്ല. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ വളരെ ശക്തമായിട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ 17-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നതറിയോ? അപ്പസ്വലന്മാരെ വിളിച്ച് കർത്താവ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കണം. നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും അടിച്ച് പൊളിച്ച് സംഗതി എല്ലാ തരത്തിലും ലോകത്തിന്റെ എല്ലാ തരത്തിലും എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് നല്ല ക്ലിയർ ആയിട്ട് ബെഡെന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് നീ അങ്ങനെ നടക്കാൻ നിൽക്കരുത്. യേശു പഠിപ്പിച്ച വഴി സിംപ്ലിസിറ്റിയുടെയും ലളിത ജീവിതത്തിന്റെയും പരിഹാരത്തിന്റെ വഴിയാണ്. ഈ ലോകം സഞ്ചരിക്കുന്ന വഴിയും നീ നടക്കരുത്. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വചനം പഠിപ്പിക്കുക. ഈ ലോകത്തിന് നീ അനുരൂപനാകരുത്. ഈ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ, വചനവും സഭയെയും മുറുകെ പിടിക്കാതെ പറ്റിയല്ല. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പാലിക്കുന്ന കാര്യത്തിലും സഭയുടെ പ്രബോധനങ്ങൾ പാലിക്കുന്ന കാര്യത്തിലും ഒരല്പം പോലും വെള്ളം ചേർക്കാൻ നടത്തരുത്. പ്രിയപ്പെട്ട, എത്ര നിർബന്ധം വന്നാലും തല പോകുമെന്ന് പറഞ്ഞാൽ നിലനിൽക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ നിന്നെ ദൈവം വിളിക്കുന്ന പേരാണ് പാറപ്പുറത്ത് ഭവനം പണിത വ്യക്തി. അതിന് മറുവശം എന്താ? മണൽപ്പുറത്ത് വീട് പണിയരുത്. സഹോദരങ്ങൾ, എഴുന്നേറ്റ് നിൽക്കാം. നിനക്കൊരു നിർബന്ധ ബുദ്ധി വേണം. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ തീരുമാനത്തിൻ്റെ കാര്യത്തിലും ഒരു നിർബന്ധ ബുദ്ധി വേണം. എന്താണ് നിർബന്ധ ബുദ്ധി? വചനം പാലിക്കുന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധി, സഭയുടെ പ്രബോധനങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധി. മണലിന് എപ്പോഴും രൂപമാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മണലിൽ ആര് പാദം ചവിട്ടിയാലും ആ പാദം അവിടെ പതിഞ്ഞു കിടക്കും. പാറപ്പുറത്ത് പാദം ചവിട്ടിയാലോ? തോമാസ്ലീഹായുടെ പാദം മലയാറ്റൂർ മലയുടെ മുകളിൽ പാറപ്പുറത്ത് പതിഞ്ഞെങ്കിൽ അത് സ്വർഗം നേരിട്ട് വന്ന് പതിച്ചതാ, വേറെ അല്ലാതെ അല്ല പാദം പതിയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നീ പാറ പോലെ നിൽക്കണം. അതിന് നീ സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കണം. സഭ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, അതനുസരിക്കണം.
അതാണ് നിലനിൽപ്പിൻ്റെ വഴി എന്ന് പറയുന്നത്. നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ലെന്നും നരക കവാടങ്ങൾ വചനത്തിനെതിരെ പ്രബലപ്പെടുന്ന എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന കാര്യമാണ്. ആ മത്തായി 7-ാമത്തെ അധ്യായത്തിൻ്റെ ആ വാക്യങ്ങൾ വായിച്ചാൽ തൊട്ട് മുകളിൽ 21 വാക്യം കിടക്കുന്നുണ്ട്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ച്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തി, നിങ്ങൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ വിധിയാളിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ കർത്താവ് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുകയല്ല. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ: സഭയോട് ചേർന്നല്ല നീ ഈ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നിന്നെ അവിടുന്ന് അറിയുകയല്ലെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കേൾക്കപ്പെട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ എത്രയോ പ്രസംഗങ്ങൾ നീ കേട്ടു, യൂട്യൂബിലെ എത്രയോ കാര്യങ്ങൾ നീ മനസ്സിലാക്കി, എത്രയോ എപ്പിസോഡുകൾ നീ ഡൗൺലോഡ് ചെയ്ത് കണ്ടു. നിനക്ക് എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം തരാൻ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ നിനക്ക് വചനം ഒന്ന് പാലിക്കാൻ ഒരു ചുവടെടുത്ത് വെക്കണ്ടേ? ആ ചെറുപ്പക്കാരൻ വെറുപ്പിൻ്റെ അപ്പനോട് ക്ഷമിക്കാൻ തീരുമാനമെടുത്ത് അപ്പം തന്നെ അവൻ മണൽപ്പുറത്ത് പാറപ്പുറത്ത് കയറി. അവൻ പാറപ്പുറത്ത് കയറിയപ്പോൾ ദൈവം അവൻ്റെ കൂടെ അവൻ അനുഗ്രഹിച്ച് ഉയർത്താൻ തുടങ്ങി. സഭയുടെ ഓരോ കാര്യങ്ങൾ അനുസരിക്കുന്ന കാര്യത്തിൽ വികാരിച്ചാൽ പള്ളിയിൽ ഒരു അനൗൺസ്മെൻറ്റ് നിനക്ക് തരുമ്പോൾ, മാർപ്പാപ്പയുടെ പുതിയ പ്രബോധനം വരുമ്പോൾ, രൂപതാധ്യക്ഷൻ്റെ ഒരു ഇടയ ലേഖനം നിനക്ക് വരുമ്പോൾ, ഒരു അൽമായ ശുശ്രൂഷകൻ, നിന്റെ ഇടവകയിൽപ്പെട്ട ഒരു അൽമായ വേദപാഠ അധ്യാപകൻ നിന്റെ മക്കളോട് നിന്നൊരു കാര്യം പറയുമ്പോൾ ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന വിധം നിന്റെ മനസ്സിലൊരു തുറവിയുണ്ടോ? ചുറ്റുമുള്ള ജനതകളെ പോലെ ആകാനുള്ള പ്രവണതകളെല്ലാം മനസ്സിൽ നിന്ന് മാറിപ്പോട്ടെ. എൻ്റെ കർത്താവേ, വലിയൊരു അഗ്നി ഇപ്പോൾ ഞങ്ങളുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ബലിപീഠത്തിൽ അഗ്നി ഇറങ്ങി ശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. പിതാവ് നടാത്ത ചെടികളെല്ലാം പിഴുതു പോരട്ടെ കർത്താവേ. ദൈവമേ, പിതാവ് നടാത്ത ചെടികളെല്ലാം അവിടുന്ന് പിഴുതു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. വചനത്തിന്റെ ചെടികൾ മാത്രം നടപ്പെടട്ടെ കർത്താവേ. വചനമാകുന്ന പാറപ്പുറത്ത് വേരുറപ്പിക്കട്ടെ കർത്താവേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ആഗ്രഹത്തോടെ വചനങ്ങൾ ജീവിക്കാനും പാലിക്കാനും, സഭാപ്രധാന ജീവിക്കാനും പാലിക്കാനും, ചുറ്റുമുള്ള ജനതകളിൽ വ്യത്യസ്തമായി ജീവിക്കേണ്ടവനാണ് ക്രിസ്ത്യാനി. ചുറ്റുമുള്ള ജനതകളിൽ വ്യത്യസ്തമായി ജീവിക്കേണ്ടവനാണ് ക്രിസ്ത്യാനി. പിതാവ് നടാത്ത ചെടികളെല്ലാം മാഴട്ടെ കർത്താവ്. ബലിപീഠത്തിൽ അഗ്നി ഇറങ്ങി ശുദ്ധീകരിച്ചതുപോലെ ഞങ്ങൾക്കൊരു ശുദ്ധീകരണം തരണമേ കർത്താവ്. കാര്യങ്ങൾ എത്തി ഓരോരുത്തരെ ചേർന്ന് ഉറക്ക സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, 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 പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷയെ സംബന്ധിച്ചിടക്കുന്ന ഓരോ ദാസന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ഇപ്പോൾ ഈ വചനത്തിലൂടെ ഇറങ്ങിയ ചൈതന്യം ഓരോരുത്തരുടെ ഹൃദയത്തിൽ താമസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ് നടാത്ത ചെടികളും മുള്ളുകളും മുൾച്ചെടികളും ഇപ്പോൾ ഈ വചനത്തിന്റെ ശക്തിയാൽ സഭയിലൂടെ നടക്കപ്പെടുന്ന പരിശുദ്ധാത്മ ശക്തിയാൽ കത്തിച്ചാമ്പലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ നാമ്പുകൾ, വചനത്തിന്റെ പുതിയ ചെടികൾ, വചനം പാലിക്കാനുള്ള അഭിഷേകമായി ഇപ്പോൾ കത്തി കത്തി പടരട്ടെ. ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. നടക്കട്ടെ. ആത്മാവാൻ അഗ്നിയിറക്കി സംഭവിക്കട്ടെ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാൻ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഓ കർത്താവായ ദൈവമേ, തിരുസഭാ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി ഒരുപാട് തരത്തിലുള്ള വ്യാജ പ്രബോധനങ്ങൾ, യുക്തചിന്തകൾ ഇവ വേരുറപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തികളെ ഇപ്പോൾ അവിടുന്ന് കാണണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. വചനത്തിന് വിരുദ്ധമായി സാത്താൻ ഹൃദയത്തെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന എല്ലാ ചിന്തകളെ ഇപ്പോൾ അവിടുന്ന് പിഴുതു മാറ്റണമേ ദൈവമേ. ഒരുക്കിയിട്ട നിലത്ത് വിത്താകുന്ന സഭയുടെ പ്രബോധനങ്ങളും വചനമാകുന്ന വിത്തുകളും കർത്താവേ ഇപ്പോൾ ഒരുക്കപ്പെടുന്ന ഹൃദയങ്ങളിലേക്ക് പാകി അവിടുന്ന് ഫലം പുറപ്പെടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. സ്വർണ്ണത്തെ പോലെ നീലെന്നെ ശുദ്ധീകരിക്കണമേ. എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. സ്വർണ്ണത്തെ പോലെ നീലെന്നെ ശുദ്ധീകരിക്കണമേ. എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാൽ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ. എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാൽ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാൽ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ. വലതുകര സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ രണ്ട് തീരുമാനങ്ങൾ, വചനമാകുന്ന പാറ, സഭയാകുന്ന പാറ, ഇതിന്മേൽ ജീവിതം കെട്ടിപ്പടണം. ഈ തീരുമാനം നിലനിൽക്കാൻ കർത്താക്കുന്നവൻ ആഗ്രഹത്തോടെ വലതുകരം ഉയർത്തി ഒരു 2 ഹല്ലേലൂയ ഉറക്കെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus.